നമസ്കാരം. വാർത്തയിൽ ഇന്ന് തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തെരുവ് യുദ്ധമായി കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ച്. VD സതീശൻ സംസാരിക്കുന്നതിനിടെ കണ്ണീർ വാതക പ്രയോഗം. ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാണ് എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം. പോലീസിന് നേരെ കല്ലേറ്. നവകേരള സദസ്സിന്റെ ബോർഡുകൾ നശിപ്പിച്ചു. മാധ്യമപ്രവർത്തകയ്ക്കെതിരായ കേസിനെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി. നടന്നത് ഗൂഢാലോചന, പോലീസിൽ വിശ്വാസമുണ്ട്. മറിയക്കുട്ടി കേസിൽ കോടതി വിമർശനം സർക്കാരിനെതിരല്ല എന്നും പിണറായി. നവകേരള സദസ്സിന് ഇന്ന് വൈകിട്ട് സമാപനം. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിൽ. നിതിൻ പുല്ലൻ ഒളിവിൽ. വെഞ്ഞാറമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. പിന്നിൽ RSS എന്ന് ഡിവൈഎഫ്ഐ. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നിർണായക നടപടി. ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. 2 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പമ്പ മുതൽ നിയന്ത്രണങ്ങൾ. ക്ലബ് ലോകകപ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ഫ്ലൂമിനൻസിനെ തകർത്തത് 4 ഗോളിന്. ജൂലിയൻ ആൽവാരസിന് ഇരട്ട ഗോൾ. സിറ്റിയുടെ കിരീട നേട്ടം ഇതാദ്യം. Manchester City are crowned FIFA Club World Champions. They won it in style here against Fluminense. They won it with plenty to spare. You might argue it wasn't much of a contest. യുദ്ധക്കളമായി തലസ്ഥാനം. KPCC സംഘടിപ്പിച്ച DGP ഓഫീസ് മാർച്ചാണ് വൻ സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞതിന് പിന്നാലെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു പോലീസ് നടപടി. എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കണ്ണീർ വാതക പ്രയോഗത്തെ തുടർന്ന് K സുധാകരൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു. VD സതീശന് പ്രസംഗം അവസാനിപ്പിക്കേണ്ടിയും വന്നു. പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ചാണ് പോലീസ് നടപടികളെന്ന് നേതാക്കൾ ആരോപിച്ചു. വളരെ അവിചാരിതമായിട്ടാണ് ഇത് സംഭവം. ആസൂത്രിതമായ നീക്കമാണ്. ഞങ്ങളവിടെ യോഗത്തിൽ പ്രസംഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്റ്റേജിലിരിക്കുന്ന സമയത്താണ് KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നു. ആ സമയത്താണ് വലിയ തോതിലുള്ള ശബ്ദം കേൾക്കുന്നത്. കെ മുരളീധരനെ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂര്, ഹസനെ, ഞങ്ങളെല്ലാം സ്റ്റേജിലിരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെയാണ് വളരെ വലിയ ശബ്ദത്തിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു, ജലപീരങ്കി ഉപയോഗിച്ച് വെള്ളം ചീറ്റുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്താ നടക്കുന്നത്. വളരെ ആസൂത്രിതമായി പോലീസിന്റെ ഭാഗത്ത് വലിയ തെറ്റാണ് ഉണ്ടായത്.
അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ DGP മാർച്ച് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ അക്രമം അഴിച്ചുവിട്ടത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ജനാധിപത്യ വിരുദ്ധമാണ്. MP-മാര്, MLA-മാര്, പത്രക്കാർക്ക് പോലും ശ്വാസം മുട്ടിയതാണ് അറിഞ്ഞത്. എല്ലാവരുടെയും ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്ന് എന്നെ ഈ മുരള കാറിൽ കയറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ ഞാനും അവിടെ വീണുപോയെന്നെ ബോധമില്ലാതെ. അത്ര അല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. ഒരു കാരണവുമില്ലാതെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക ശരിയായ നടപടിയാണോ? ഇത് വളരെ തെറ്റാണ്. ഇത് ഗവൺമെന്റ് ആസൂത്രിതമായി ചെയ്ത ഒരു കാര്യമാണ്. DGP മാർച്ചിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നേതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പോലീസ് കരുതിക്കൂട്ടി നടത്തിയ നടപടി, കരുതിക്കൂട്ടി പ്രതിഷേധ മാർച്ച് തകർക്കാൻ നടത്തിയ നടപടി, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് നടപടി ഉണ്ടായത് എന്ന് കോൺഗ്രസ് നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളടക്കം ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സീനിയർ നേതാക്കന്മാർ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊരു പ്രയോഗം ഒരു ഗവൺമെന്റും ഒരു പോലീസും നടത്താറില്ല. ഞങ്ങളവിടെ പ്രകോപിച്ചിട്ടില്ല, ഞങ്ങളടുത്ത് കല്ലെറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പ്രക്ഷോഭം ചെയ്തിട്ടില്ല. സംസാരിച്ചു, എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ നിന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്തിനു ചെയ്തു എന്നുള്ളത് മറുപടി അവർ പറയണം. സാധാരണഗതിയിൽ പ്രധാന നേതാക്കൾ മാറിയ ശേഷം പ്രവർത്തകർ സമരത്തിലേക്ക് കടക്കും, അല്ലെങ്കിൽ ആ സമയത്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടാകും. പക്ഷെ ഇപ്പൊ MP-മാരും MLA-മാരും ഒക്കെ ഇരിക്കുകയാണ് ഇങ്ങനൊരു നടപടി. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ചെയ്തത് കേരളത്തിന്റെ ചരിത്രത്തിന് ഒരു പക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കും. ഏതാണ്ട് അതിന്റെ ബഹുമതിയും പിണറായി വിജയൻ ഇരിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് ഐശ്വര്യ ആന്റണി മറ്റേ വെള്ളം ചീറ്റിയത്, അതുകൂടാതെ തന്നെ ഞങ്ങളൊക്കെ സൈഡിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അവിടെ കൊണ്ടുവന്ന സ്റ്റേജിന് തൊട്ടടുത്താണ് ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നത്. ടിയർ ഗ്യാസ് സാധാരണ ടിയർ ഗ്യാസ് അല്ല, വീര്യം കൂടി എന്തോ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിയർ ഗ്യാസായിരുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഈ ഗവൺമെന്റ്. സമരങ്ങളെ അടിച്ചമർത്തുക, അത് ഉന്നത നേതാക്കന്മാർ, MLA-മാർ, MP-മാർ, KPCC പ്രസിഡന്റടക്കമുള്ള പ്രതിപക്ഷടക്കമുള്ള നേതാക്കന്മാർ നിൽക്കുമ്പോഴാണ് ഈ ടിയർ ഗ്യാസ് ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള സമരങ്ങളിൽ കൈതക്ക് കൂട്ടി ട്രോളി എന്നുള്ള ഡയറക്ഷൻ ഞങ്ങൾ പറയില്ല. മുഖ്യമന്ത്രിയുടെ ഒരു ഗൂഢസംഘമാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. ആ ഗൂഢസംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് KPCC പ്രസിഡന്റടക്കമുള്ള നേതാക്കന്മാർ വകവരുത്തുക, അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സമീപനത്ത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ജനാധിപത്യ കേരളം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവര് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ. അതാണ് അൻവർ സാദത്ത് MLA വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ നാളുകളിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSU സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമരങ്ങളിൽ കൃത്യമായി ഈ സമരങ്ങളെ കൃത്യമായ ഒരു രീതിയിലേക്ക് നയിച്ചതും നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ സമരത്തിനെതിരെ പോലീസ് നേരിട്ട ഒരു രീതി, അതിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് വിമർശനം ഉയർന്നു. അൻവർ സാദത്ത് MLA-യുടെ വാക്കുകൾ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA വിളിച്ചിരുന്നു. പോലീസ് നടപടി എങ്ങനെ നോക്കിക്കാണുന്നു? പോലീസ് രാജിലേക്ക്, അടിയന്തരാവസ്ഥയെ കവച്ചു വെക്കുന്ന പോലീസ് രാജിലേക്ക് കേരളത്തെ തള്ളിവിട്ടിരിക്കുക. ഓർത്തു നോക്കണം, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അതായത് ഷാഡോ ചീഫ് മിനിസ്റ്ററാണ്, പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പ്രകോപനമില്ലാതെ ടിയർ ഗ്യാസ് അടിക്കുന്നു. അത് വെറും ടിയർ ഗ്യാസ് അല്ല, എന്താണ് അതിലുള്ളതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഞാനും പ്രതിപക്ഷ KPCC പ്രസിഡന്റ് ഇറക്കുന്ന സാഹചര്യം ഞങ്ങളുടെ തൊട്ടടുത്ത വീഴുന്ന ആ സെക്കൻഡിൽ ശ്വാസം പോവാണ്. എനിക്കറിയില്ല, ഈ തരത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പോലീസ് സംയമനം പാലിച്ചിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് സമരത്തിൽ നേതാക്കളെയൊക്കെ വേദിയിലിരുത്തിക്കൊണ്ട് പോലീസിന്റെ ഈ നടപടി, അത് രണ്ടും അല്ല, എല്ലാരും കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാലോ പോലീസ് കാണിക്കുന്ന എന്താണെന്ന്. കൊച്ചു കുട്ടികൾക്ക്
എന്താ പറയുക, വടി കൊണ്ട് ലാത്തി കൊണ്ട് തലക്കിട്ടടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് സംഘം, പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തല്ലുന്നു, ചെറുപ്പക്കാരെ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുന്നു. ഇത് ഒരു പ്രകോപനമില്ലാതെ വളരെ ശാന്തമായി നടത്തിയ ഒരു പരിപാടി. ആ പരിപാടിയിൽ സ്റ്റേജ് കയറി അവിടെ സമാധാനപരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിന്റെ ഇടയിലോട്ടാണ് അടിക്കുന്നത്. പുറത്തു നോക്കണം എന്താണ് സാഹചര്യം. ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊരു ആരോപണം കോൺഗ്രസിനുണ്ട്. എല്ലാവർക്കും അറിയാലോ. അതാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഒരു സമരം അല്ലെങ്കിൽ തെരുവ് യുദ്ധത്തിന് സമാനമായ ഒരു സമര രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ KPCC അധ്യക്ഷൻ K. സുധാകരൻ MP-യും ഒപ്പം അൻവർ സാദത്ത് MLA, ഒപ്പം ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ളവർ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ ഗുരുതരമായി പരിക്കേറ്റ അല്ലെങ്കിൽ ഈ സമരത്തിനിടെ ഈ ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചതിനു ശേഷമാണ് KPCC പ്രസിഡന്റിനെ അടക്കം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള സമരം നേരിടുന്ന പോലീസിന്റെ നയം അല്ലെങ്കിൽ പോലീസ് രാജാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആഹ്വാനം കൂടി കോൺഗ്രസ് നടത്തുന്നു. എന്തായാലും ഈ സമരങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും ഈ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. പ്രത്യേകിച്ച് നവകേരള സദസ്സിന്റെ സമാപന ദിവസമായി ഇന്ന് ഇത്തരത്തിലൊരു സമരപരിപാടി നടത്തുമ്പോൾ അതിന് നേരെ പോലീസ് നടത്തിയത് അതിക്രമമാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. റൈറ്റ്. പ്രതിഷേധം, കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്നുണ്ടാകുന്ന പോലീസ് നടപടി, അതിനുശേഷം തുടർ പ്രതിഷേധം, പോലീസിനെതിരെയും പ്രതിഷേധം ശക്തമാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിലേക്ക് വീണ്ടും ഡാൻ കുര്യനും നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, കൂടുതൽ പ്രവർത്തകർ വരിക, കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുക, പോലീസ് നടപടി, പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവരുണ്ടായിരുന്ന പ്രതിഷേധ മാർച്ചിലേക്കാണ് പോലീസ് ഈ രീതിയിൽ കണ്ണീർവാതക പ്രയോഗം അടക്കം നടത്തിയത്. അതിനെ അടക്കം പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണോ? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ പൾസ് എന്താണ്? അപർണ, DGP ഓഫീസിന് മുമ്പിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ബാരിക്കേഡുകളെല്ലാം ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. വാഹന ഗതാഗതം പഴയ പോലെ ഇപ്പോൾ ഇതുവഴി സുഗമമായി നടന്നു തുടങ്ങിയിരിക്കുന്നു അല്പസമയം മുമ്പ് മുതൽ. എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറുകയായിരുന്നു ഇവിടെ. കാരണം പോലീസ് ലാത്തി ചാർജിലേക്ക് കടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് തരങ്ങളിലെല്ലാം പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരുന്ന വേദിക്ക് സമീപത്തേക്ക് ടിയർ ഗ്യാസ് വന്ന് പതിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല. ഇത് ഈ പ്രതിഷേധക്കാരെ ഇവിടുന്ന് പിരിച്ചുവിടുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു പോലീസ് നടപടി എന്നാണ് നേതാക്കളുടെ എല്ലാം വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. KPCC അധ്യക്ഷനടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മളോട് വ്യക്തമാക്കി കഴിയുകയും ചെയ്തിരിക്കുന്നു. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് ഏത് തരത്തിലേക്ക് മാറും എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വിവിധ മണ്ഡലങ്ങളിലൂടെ, കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൂടെ, കോവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ വേണം അത് തിരികെ വട്ടിയൂർക്കാവിലേക്ക് വൈകുന്നേരം സമാപന യാത്രയ്ക്ക് വേണ്ടി എത്താൻ. ആ യാത്രയിലുടനീളം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. അത്തരത്തിലുള്ള മുൻകരുതലുകളാണ് പോലീസ് സ്വീകരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നടക്കം റൂറൽ പോലീസിനെ അടക്കം കൂടുതലായി തലസ്ഥാന നഗരിയിലേക്ക് വിന്യസിക്കുന്നുണ്ട്. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലെ വേദിയിലടക്കം സുരക്ഷ ശക്തമാക്കും. അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രതിപക്ഷ യുവജന സംഘടന ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിനെ നേരിടാനുള്ള ഒരുക്കമാണ് പോലീസ് നടത്തുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്ന് KPCC അധ്യക്ഷൻ K. സുധാകരന്റെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് വലിയ തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങൾക്ക് വഴിമാറിയത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എല്ലാം മാർച്ചിൽ പങ്കെടുക്കുകയും പലരും ദേഹാസ്വസ്ഥത തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം. സ്വാഭാവികമായിട്ടും വട്ടിയൂർക്കാവിലേക്ക് നവകേരള സദസ്സിന്റെ സമാപന യാത്ര എത്തുമ്പോൾ, സമാപന സമ്മേളനം നടക്കുമ്പോൾ ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കുക കോൺഗ്രസ് ആയിരിക്കുമോ യൂത്ത് കോൺഗ്രസ് ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ടോ? പ്രധാനമായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയുള്ള സമരത്തിന്റെ ആവർത്തനമായിരിക്കുമോ ഉണ്ടാവുക?
അപർണ, KSUവും യൂത്ത് കോൺഗ്രസും നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങ് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് കൊല്ലം ജില്ല കഴിഞ്ഞപ്പോൾ വലിയ തരത്തിലുള്ള മറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് കൂടി അത് ഏറ്റെടുക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. അതിന് പിന്നാലെയാണ് യുവമോർച്ച പ്രവർത്തകർ കൂടി കൊല്ലത്ത് പ്രതിഷേധവുമായി സംഘടിച്ച് രംഗത്തെത്തിയത്. അത് DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലായി മാറുന്ന സാഹചര്യം പലയിടങ്ങളിലും കണ്ടു. ഇന്നലെ അടക്കം പാറശാലയിലും നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും അടക്കം അത് ആവർത്തിക്കുകയായിരുന്നു. നേമത്ത് ഇന്നലെ രാത്രിയിൽ ഇരു വിഭാഗങ്ങളെയും യുവജന വിഭാഗങ്ങൾ രാത്രി 11 മണിക്ക് ശേഷം നേർക്കുനേർ പോർവിളിയുമായി തെരുവിലിറങ്ങിയത് പോലീസിനെ വലിയ വെല്ലുവിളിയായി മാറി. സമാനമായ പ്രതിഷേധങ്ങൾ ഇന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സമാപന ദിവസം 4-5 മണ്ഡലങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കരിങ്കൊടി പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധങ്ങൾ മറ്റ് തരത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പ്രത്യേകിച്ച് DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘടനകൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഫലപ്രദമാകുമെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. കാരണം വൈകാരികമായ തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ മാറിയിരിക്കുന്നു. കേവലം വാക്പോരിനപ്പുറത്തേക്ക് നേർക്കുനേർ ഏറ്റുമുട്ടലായി തെരുവ് യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. സമാനമായ സാഹചര്യം സമാപന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോഴും അത് തന്നെയാണ് ഇന്നും ആവർത്തിക്കാൻ സാധ്യതയെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അപർണ, ഡാൻ കുര്യനിലേക്ക് വരാം. പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് പോയതിനു ശേഷം തികച്ചും സമാധാനപരമായിട്ടുള്ള പ്രകടനമാണ് നടന്നത്. മാത്രമല്ല, ഞങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു, ഇത് KPCCയുടെ പരിപാടിയാണ്, ശാന്തമായി നടത്തണം എന്ന് സൂചിപ്പിച്ചാണ്. പക്ഷേ ഞങ്ങൾ സുധാകരൻ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മുഖ്യപ്രഭാഷണം VD സതീശൻ നടത്തുമ്പോഴാണ് പെട്ടെന്ന് ഷെല്ല് പൊട്ടിക്കുന്നതും പിന്നെ വെള്ളം ചീറ്റുന്നതും. ഞങ്ങളൊക്കെ സത്യമായ 1 മിനിറ്റ് കൂടെ നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഞാൻ രവേശം ബോധം കിട്ട് വീഴുകയായിരുന്നു. അവസാനം പ്രവർത്തകരാണ് ഞങ്ങളെ കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെല്ല് പൊട്ടിക്കുക, വെള്ളം ചീറ്റുക, ഇത് എവിടത്തെ ഏർപ്പാടാണ്? ഒരുതരം ഗുണ്ടായിസം. അതാണ് ഇന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിലെ ഈ DGP ഓഫീസ് മാർച്ചിനെ തകർക്കാൻ നടത്തിയ പിണറായി വിജയന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്നുണ്ടായ സംഭവം. ഞാൻ വേദിയിലിരിക്കുകയായിരുന്നു. ആ വേദിയിൽ നമ്മളുടെ KPCC അധ്യക്ഷൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ 9 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അടുത്തത് പ്രതിപക്ഷ നേതാവ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു ടിയർ ഗ്യാസ് ഷെൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വേദിയുടെ തൊട്ട് പുറകെ. വാട്ടർ ക്യാനനെ അങ്ങനെ അടിക്കുന്നു. കേൾക്കുന്നവരെല്ലാവരും അങ്ങനെ പുറകെ പോകുന്നു. ഞങ്ങളെല്ലാവരും കണ്ണിലും മൂക്കിലും ലങ്സിലും ഒക്കെ ഭയങ്കര എരിയൽ തുടങ്ങുന്നു. അപ്പോൾ അതോടെ ഈ വേദിയിൽ നടക്കുന്നതൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഞാൻ കേട്ടത് പലവരും ഭയങ്കര ദുഃഖം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചിട്ട് 18 ടിയർ ഗ്യാസ് ഷെൽ അടിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ DGP പോലീസിനെ വിളിച്ചിട്ട് ഒരു വട്ടം പറഞ്ഞു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്? ഒരു പ്രോവക്കേഷനും ഉണ്ടാവാതെ. പിന്നെ പോലീസ് നിയമപ്രകാരം അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാനുണ്ടായിരുന്ന മെഗഫോൺ വഴിക്ക് അതൊന്നും ചെയ്തില്ല. കാരണം ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെ വാർണിംഗ് കൊടുക്കും? ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് അറ്റാക്കായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കാണുന്നത് ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു പെരുമാറ്റമാണ് പോലീസുകാരുടെ. ഞാനത് DGPയോട് പറഞ്ഞു. അദ്ദേഹം ഒരു അന്വേഷണം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എപ്പോൾ എടുക്കും, എന്തായിരിക്കും കാരണം നമുക്ക് നിങ്ങൾ തന്നെ മാധ്യമക്കാരെ കണ്ടുപിടിച്ചോളൂ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്? ഒരു പ്രോവക്കേഷൻ ഇല്ലാതെ, ഒരു വാർണിംഗ് ഇല്ലാതെ, ഒരു ലോ ബാഡിങ്, അതോ എല്ലാ പെർമിഷനും എടുത്തിട്ടാണ് ഈ റാലി നടത്തിയത്. വേദി കെട്ടിയതും കൂടി അങ്ങനെ ഒരു രീതിയിലാണ്. ആരും ഉപദ്രവിക്കാതിരിക്കാൻ ഒരു വഴിയിൽ ഈ പോലീസിന് നേരെ യുവമോർച്ചയുടെ മാർച്ച് കൂടി നടക്കുകയാണ്. യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച
സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. വി വിനോദും തിരുവനന്തപുരത്തും ചേർന്നു. വിനോദ്, ഏത് രീതിയിലായിരുന്നു പ്രതിഷേധ മാർച്ച്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക, പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? യുവമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. സമരഗേറ്റിന് മുന്നിലെ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് മാർച്ചായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. നവകേരള യാത്രയെ എതിർത്തുകൊണ്ടും പോലീസ് നടപടിയെ എതിർത്തുകൊണ്ടുമുള്ള ഒരു പ്രകടനമാണ്. നേരത്തെയും യുവമോർച്ചയുടെ മാർച്ച് നടന്നിരുന്നു. വലിയ തോതിൽ സംഘർഷമുണ്ടായി. ഇന്ന് അത്രയധികം പ്രവർത്തകരില്ല എങ്കിലും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ജലപീരങ്കി നേരത്തെ പ്രയോഗിച്ചു, 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പലതവണ പോലീസുമായി ഉണ്ടുതള്ളുന്നുണ്ടായി. ഇപ്പോഴും പോലീസുമായുള്ള ബലപ്രയോഗം നടക്കുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉണ്ടുതള്ളും നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ വളപ്പ് ചാടിക്കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളത്. പോലീസ് അതിനെ ചെറുക്കുന്നുണ്ട്. 2 പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന്റെ വളപ്പ് ചാടിക്കടക്കാനുള്ള, വേലി ചാടിക്കടക്കാനുള്ള ശ്രമത്തിലാണ്. അവരെ പോലീസ് അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ബലപ്രയോഗം തുടരുകയാണ്. പല തവണയായി പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗമുണ്ടായി. ഇപ്പോഴും അത് തുടരുകയാണ്. വേലി ചാടിക്കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഇപ്പോൾ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് അടുത്തടുത്ത് നടത്തിയ യുവമോർച്ചയുടെ 2 സമരങ്ങളും സംഘർഷത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ സമരവും കഴിഞ്ഞ സമരത്തെ പോലെ തന്നെ പോലീസുമായുള്ള ബലപ്രയോഗത്തിലേക്ക് പോകുന്നുണ്ട്. വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. വേലി ചാടിക്കടക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരാകട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഈ സമരഗേറ്റിന് മുന്നിൽ ടയർ കത്തിച്ചു. ടയർ കത്തിക്കുന്ന നിലയിലേക്കും സമരത്തിന്റെ രൂപം മാറ്റിയിരുന്നു. ഇപ്പോഴും ഈ ബലപ്രയോഗം നടത്തുകയാണ്. വളപ്പിലേക്ക് ചാടിക്കടക്കാനുള്ള, വേലി ചാടിക്കടക്കാനുള്ള ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത്. പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയായിരുന്നു. പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടും പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ടുമുള്ള സമരം. നവമോർച്ച ഈ നവകേരള യാത്ര കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല എന്ന കാര്യമാണ് പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രഫുൽ കൃഷ്ണ ഇവിടെ ബാരിക്കേഡ് നിർത്തിയിരുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രസംഗിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പോലീസ് നടപടികളെയും ഒക്കെയും വിമർശിച്ചുകൊണ്ടുള്ള അതിനെതിരെയുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം 2ാമത്തെ പ്രതിഷേധമാണ്. ഇതും സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുമായി പലതവണ ബലപ്രയോഗം ഉണ്ടായി. പ്രവർത്തകർ സമരഗേറ്റിന് മുന്നിൽ ടയർ കത്തിച്ചു. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ഈ സമരഗേറ്റിന് മുന്നിലേക്ക്, നോർത്ത് ഗേറ്റിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപർണ, വിനോദ്, സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ച് സംഘർഷാവസ്ഥയിലെത്തിയിരിക്കുന്നു. നവകേരള സദസ്സിന് സമാപനം നടക്കുന്നത് വട്ടിയൂർക്കാവിലടക്കം ഇനിയുള്ള മണിക്കൂറുകളിലും നേരിട്ട് സദസ്സ് നടക്കുന്ന സ്ഥലങ്ങളിലടക്കം പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കമുണ്ടോ യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും ഇന്ന് വലിയ സമരപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നവകേരള സദസ്സിന്റെ സമാപനമാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപം കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. അവിടെ സരസ്വതി മണ്ഡപം നവകേരള സദസ്സിന്റെ സ്വാഗത സംഘം ഓഫീസാക്കിയതിനെതിരെ BJPയുടെ ഭാഗത്ത് നിന്ന് വിമർശനം വരികയും അവിടെ വലിയ പ്രതിഷേധ പരിപാടികൾ പല സമയങ്ങളിലായി നടക്കുകയും BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും സരസ്വതി മണ്ഡപത്തിലേക്ക്, പൂജപ്പുരയിലേക്ക് BJPയുടെയും മോർച്ചയുടെയും പ്രകടനമുണ്ട്. അവിടെ അതിന് ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DYFI പ്രവർത്തകർ ഈ പ്രകടനത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് നീങ്ങുകയാണ്. പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് വ്യാപകമായി, ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസവുമായി പല സ്ഥലങ്ങളിലായി ഈ വിവിധ പാർട്ടികളുടെ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. നവകേരള സദസ്സിന്റെ സഞ്ചാരം കഴിഞ്ഞ ദിവസം പാറശാല, നെയ്യാറ്റിൻകര മേഖലകളിലേക്ക് എത്തുമ്പോൾ കാട്ടാക്കടയിൽ നിന്ന് തുടങ്ങിയ, കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാട്ടാക്കടയിൽ തുടങ്ങിയ കൂട്ടയടി അത് പിന്നീട് നെയ്യാറ്റിൻകരയിലേക്കും പാറശാലയിലേക്കും വ്യാപിച്ചു. നെയ്യാറ്റിൻകര, പാറശാല, അമരവിള, ബാലരാമപുരം, നേമം, വെള്ളായണി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ DYFI പ്രവർത്തകരോ അപർണ വീണ്ടും പോലീസുമായുള്ള ഒരു ഫലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ടയറുകൾ ഇപ്പോൾ പോലീസിന് നേരെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു.
വീണ്ടും ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുദ്രാവാക്യം വിളികളോടെ പോലീസിന് നേരെ പ്രവർത്തകർ പാഞ്ഞെടുക്കുകയാണ്. വീണ്ടും ഈ ഉന്തും തള്ളിലും കാര്യങ്ങൾ പോകുന്നു. ടയറുകൾ ജലപീരങ്കിക്ക് നേരെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. വീണ്ടും ഒരു സംഘർഷ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ തോതിൽ ഉന്തും തള്ളും മാറുന്നു. ജലപീരങ്കി ഉൾപ്പെടെ നേരത്തെ പ്രയോഗിച്ചതാണ്. റൈറ്റ്. നവകേരള സദസ്സിന്റെ സമാപന ദിവസം തലസ്ഥാനം മുഴുവൻ യുദ്ധക്കളമായി മാറുന്ന സ്ഥിതി. രാവിലെ കോൺഗ്രസിന്റെ മാർച്ച് അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന അവസ്ഥ. അതേസമയത്ത് മറുവശത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളും കാണുന്നു. സമാപനം നടക്കുന്നത് നവകേരള സദസ്സിന്റെ സമാപനം വൈകുന്നേരമാകുമ്പോഴേക്കും പല ഭാഗങ്ങളിലായി പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന കാഴ്ചയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ കേരള പര്യടനമായ നവകേരള സദസ്സിന് ഇന്ന് വൈകിട്ടാണ് സമാപനം. കോവളം, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സദസ്സോടെ 37 ദിവസം നീണ്ടുനിന്ന സദസ്സിന് സമാപനമാകും. കഴിഞ്ഞ മാസം 17-ന് മഞ്ചേശ്വരത്ത് നിന്ന് സദസ്സ് തുടങ്ങുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരായിരുന്നെങ്കിൽ യാത്ര സമാപിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ മുന്നണി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്നും കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. പ്രകോപനങ്ങളിൽ കുടുങ്ങരുത് എന്നാണ് താൻ ആദ്യം മുതൽ പറയുന്നത്. അടി, ഇടി എന്നാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്നും സംയമനം എന്നാണ് താൻ പറയുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്, ആരും പ്രകോപിതരാകരുത്, പ്രകോപനത്തിൽ കുടുങ്ങരുത്, പ്രകോപനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു നേതാവിനെ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അടിക്കും 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 എന്ന് പറയാൻ ഏതെങ്കിലും നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അതാണോ പൊതു സംസ്കാരം? അതാണോ പൊതുവായ രീതി? അതാണോ വേണ്ടത്? നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായി ആ ബസിന്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയുകയാണ്, ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ്, ആരും പ്രകോപനത്തിൽ കുടുങ്ങരുത്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രകോപനത്തിൽ ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതിൻ്റെ അവിടെ 2-3 ആളുകൾ വന്ന് കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ തിരിച്ചുകൊണ്ട് നോക്കില്ലേ, ഇവരെ കാണുകയല്ലേ. നവകേരള സദസ്സിന് ബദലായി UDF തുടങ്ങിയ കുറ്റവിചാരണ സദസ്സ് എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് മന്ത്രി കെ രാജൻ. വീടുകൾക്ക് മുന്നിൽ ക്യാബിനറ്റ് എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു കേരളത്തിലെ ജനങ്ങളെന്നും കെ രാജൻ ന്യൂസ് 8 പ്രതികരിച്ചു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ ഒളിവിൽ. SFI ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിനിടെ SFI പ്രവർത്തകരെ മർദ്ദിച്ച SI അഫ്സലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CPM ചാലക്കുടി ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. ചാലക്കുടിയിൽ പോലീസുകാരെ SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും തുടരുകയാണ്. പ്രധാന പ്രതിയായ നിതിൻ പുല്ലിനെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒളിവിലാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ ITIയിലെ വിജയാഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റമാണ് പിന്നീട് പോലീസുമായുള്ളൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഇവിടെ SFI പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസുമായി ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിൽ ഈ വാക്കേറ്റം പിന്നീട് വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിന് വഴിമാറുകയും ചെയ്തു. ഇന്നലെ 4 SFI ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നതിനടക്കം നേതൃത്വം നൽകിയ നിതിനെ ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് വേണ്ടി അടക്കമുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് ഇയാളെ ബലമായിട്ട് തന്നെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ആക്ഷേപമായി പറയുന്നത്.
കൂടുതൽ പേർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇതിനെ ഈ സംഘർഷത്തെ അടക്കം ന്യായീകരിച്ചും പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടും CPI പ്രാദേശിക ഘടകം രംഗത്ത് വന്നിട്ടുണ്ട്. ചാലക്കുടി ഏരിയ കമ്മിറ്റി ഇടയ്ക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പോലീസ് SI ചാലക്കുടി SI അകാരണമായിട്ട് തന്നെ പ്രവർത്തകരെ നേരിടുകയായിരുന്നു. ഈ സംഭവം എന്തെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ ചെന്നത്. അവരെ റോഡിലൂടെ വലിച്ചടക്കുന്ന രീതിയിലായിരുന്നു അവരോട് പെരുമാറിയത്. ഈ പോലീസാണ് ഈ കുഴപ്പത്തിന് കാരണമായത്. ഇവർക്കെതിരെ കുറ്റക്കാർക്കെതിരെ കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി വേണമെന്നാണ് CPM ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. വെഞ്ഞാറമൂട് മൈലക്കുഴി പുതുവൽവിള വീട്ടിൽ ആനന്ദിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആനന്ദിനെയും മാതാപിതാക്കളെയും സംഘം മർദ്ദിച്ചു. RSS പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ആനന്ദ് പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.news18.com. ഈ പരിപാടി മാധ്യമ പ്രവർത്തകയ്ക്കെതിരായ കേസ് ന്യായീകരിച്ചു മുഖ്യമന്ത്രി. നടന്നത് ഗൂഢാലോചന തന്നെ. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്നതിൽ പോലീസിന്റെ കൈവശം തെളിവുണ്ടെന്നും മുഖ്യമന്ത്രി. സാധാരണ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് പോലെയല്ല അവിടെ ഉണ്ടായത്. പോലീസിൽ വിശ്വാസമുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശരിയല്ലെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്തോളൂ. പോലീസിന് നടപടി എടുക്കുന്നില്ലേ? പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെടുത്ത് തെളിവില്ലാലോ. പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടി സ്വീകരിച്ചോളൂ. അതിനൊക്കെ പ്രശ്നം. ഗൂഢാലോചന സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയല്ല. സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല, എന്താണെന്ന് പോലീസ് പറയല്ലോ. മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല. ഗൂഢാലോചന അതെല്ലാവരും കാണുന്ന കാര്യമില്ലേ? ഇതിന് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത്. അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ. അതിനെന്താ പ്രശ്നം? അതല്ലേ വേണ്ടത്. പെൻഷൻ തേടി ഹൈക്കോടതിയെ സമീപിച്ച മറിയക്കുട്ടിക്ക് മറുപടിയുമായി സർക്കാർ. പെൻഷൻ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കോടതി വിമർശനം സർക്കാരിനെതിരെ അല്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മറിയക്കുട്ടിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും സർക്കാർ ആവർത്തിക്കുന്നു. മറിയക്കുട്ടിയുടെ ഹർജിയിൽ കടുത്ത നിലപാടാണ് സർക്കാരിനെതിരെ കോടതി സ്വീകരിച്ചത്. പക്ഷേ കോടതി വിമർശനം സർക്കാരിനെതിരെ അല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പെൻഷൻ നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ വിശദീകരിച്ചു. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ. ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ, അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. ഓരോ പടിയും ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600-ലെത്തിയത്. ഇപ്പൊ നൽകുന്നത് 1600 രൂപ. കുറച്ചു കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നൽകുന്നത് 1600 രൂപയാണ്. മറിയക്കുട്ടിയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നു തന്നെയാണ് സർക്കാർ വാദം. ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ആവർത്തിച്ചുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാന്റെ മറുപടി. മറിയക്കുട്ടിക്ക് 1600 കൊടുക്കുന്ന നല്ല പ്രശ്നം. മറിയക്കുട്ടിയെ പോലുള്ള കേരളത്തിൽ 62 ലക്ഷം മറിയക്കുട്ടിമാർക്ക് പെൻഷൻ കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കൊടുത്തിരിക്കും. അതിന് അവര് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ആ പാവത്തിനെ വിളിച്ചുകൊണ്ടുപോയി കോടതി കേസ് കൊടുത്തു. കോടതിയുടെ മുമ്പിലേക്ക് അഭിഷേകം നീക്കുക. അത് കോടതി പറയട്ടെ. അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ സമരവും കോടതിയിലെ ഹർജിയും സർക്കാരിനെതിരെ വലിയ വിമർശനമായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ സർക്കാരിന്റെ ആത്മാർത്ഥത സർക്കാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ.
മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. പുലർച്ചെ 5 മുതൽ ക്ഷേത്രത്തിൽ തങ്കാങ്കി ദർശിക്കാനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം 26-ന് വൈകിട്ട് തങ്കാങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. പുലർച്ചെ 5-ന് തങ്കയങ്കി ദർശിക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് 7 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ക്ഷേത്രം ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര കടന്നുവരുന്ന വഴികളിൽ നിറപറയും നിലവിളക്കും വെച്ചാണ് തങ്കയങ്കിയെ വരവേൽക്കുന്നത്. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം, കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രം, പെരുന്നാട് ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 26-ന് വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. തുടർന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27-ന് 10:30-നും 11:30-നും മധ്യയാണ് മണ്ഡലപൂജ. ന്യൂസ് 18 പത്തനംതിട്ട. സന്നിധാനത്ത് ഭക്തജന തിരക്കേറുന്നു. പമ്പ മുതൽ സന്നിധാനം വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവരെ 50,000-ഓളം അയ്യപ്പന്മാർ 18-ാം പടി കയറിയെന്നാണ് വിവരം. ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ കൂടി തുടങ്ങിയതോടെ സന്നിധാനത്ത് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിനു പുറമെ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉച്ചവരേക്കും 50,000-ഓളം അയ്യപ്പന്മാർ 18-ാം പടി കയറി എന്നാണ് പോലീസിന്റെ കണക്ക്. ഇത് വലിയ ഒരു സംഖ്യ തന്നെയാണ്. കഴിഞ്ഞ ദിവസം 96,000-ലധികം പേരാണ് 18-ാം പടി കയറിയതെങ്കിൽ ഇന്ന് അതിലും അധികം ആളുകൾ ഇവിടെ എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ 8-10 മണിക്കൂർ കാത്തു നിൽക്കേണ്ട അവസ്ഥ. സാധാരണഗതിയിൽ മരക്കൂട്ടത്തു നിന്നും ആരംഭിക്കുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോൾ അതിനും താഴെ നിന്ന് തുടങ്ങുന്നൊരു സാഹചര്യമാണുള്ളത്. അയ്യപ്പന്മാരുടെ വരി അപ്പാച്ചിമേട്ടിലേക്ക് നീണ്ടു കിടക്കുകയാണ് രാവിലെ മുതൽ. അതിലൊരു കുറവും വന്നിട്ടില്ല. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പമ്പയിലും അയ്യപ്പന്മാരെ നിയന്ത്രണങ്ങളോടെയാണ് കടത്തിവിടുന്നത്. കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. തിരക്ക് നിയന്ത്രണാതീതമായി തീർന്നാൽ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിലായിരിക്കും അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുക. സന്നിധാനത്തെ തിരക്കിനനുസരിച്ചായിരിക്കും പിന്നീട് അവരെ കടത്തിവിടുക. ഇത് മണിക്കൂറിൽ 4,000-ലധികം അയ്യപ്പന്മാരെ കടത്തി 18-ാം പടി കയറ്റി വിട്ടിട്ടും ഇതേ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്തുള്ളത്. അത്രമാത്രം അയ്യപ്പന്മാരുടെ ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. വരും ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. കാരണം മണ്ഡല പൂജ 27-ാം തീയതിയാണ്. 26-ാം തീയതി തങ്കഅങ്കി സന്നിധാനത്തെത്തും. അന്ന് വൈകുന്നേരം തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയുണ്ട്. 27-ാം തീയതി 11 മണിക്കാണ് മണ്ഡല പൂജയുള്ളത്. ഈ ദിവസങ്ങളിലെല്ലാം വലിയ തിരക്ക് തന്നെയാണ് കണക്കാക്കുന്നത്. അയ്യപ്പന്മാരുടെ പോലീസ് നൽകുന്ന നിർദ്ദേശം ഈ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം ഇവിടേക്ക് എത്തുവാൻ. വലിയ തിരക്ക് തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിലും സന്നിധാനത്തുണ്ടാവുക. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് സർക്കാർ. പൂരം എക്സിബിഷന് ഈടാക്കുന്ന തറവാടക കുത്തനെ ഉയർത്തിയ സംഭവത്തിലാണ് നാളെ വൈകിട്ട് തൃശൂർ രാമനിലയത്തിൽ ചർച്ച വിളിച്ചിരിക്കുന്നത്. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ, മന്ത്രി K രാജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ചർച്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. വീണ്ടും ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.news18.com. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശിനി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. ഡോക്ടർ CK രമേശൻ, ഡോക്ടർ M ഷഹന, നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അനുമതി നൽകിയത്. ഇതുപ്രകാരം 2 ദിവസത്തിനുള്ളിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ കുറ്റപത്രം സമർപ്പിക്കും. 2017 നവംബർ 30-ന് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 1-നാണ് ഹർഷിന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കി കർണാടകം. ദക്ഷിണ കർണാടകയിൽ മാത്രം 5 ഇടങ്ങളിലാണ് പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ಎಲ್ಲ ಹಿರಿಯ ನಾಗರಿಕರು 60 ವರ್ಷ ಹಾಗೂ ಮೇಲ್ಪಟ್ಟವರು ಇತರ ಆರೋಗ್ಯ ಸಮಸ್ಯೆಗಳಿಂದ ಬಳಲುತ್ತಿರುವವರು ವಿಶೇಷವಾಗಿ ಕಿಡ್ನಿ ಹೃದಯ
ಲಿವರ್ ಸಮಸ್ಯೆಗಳು കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെയുയരുന്നതിനെ തുടർന്ന് അതിർത്തികളിൽ കർണാടക പരിശോധന കർശനമാക്കി. സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡ ജില്ലയുടെ 5ഇടങ്ങളിൽ പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങി. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. തലപ്പാടി, ബെണ്ട്വാളിയിലെ സാരഡ്ക, പുത്തൂരിലെ സ്വർഗ, സുള്യപദവ്, ജാൽസൂർ എന്നിവിടങ്ങളിലാണ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. ദക്ഷിണ കന്നഡയിൽ ഇതുവരെ ഒമിക്രോൺ JN1 റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണം കണ്ടാൽ പരിശോധന നടത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. അട്ടപ്പാടി മട്ടത്തുകാട് കാട്ടാന പൊട്ടക്കിണറ്റിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി ആനയെ പുറത്തെടുക്കാനാണ് വനംവകുപ്പിന്റെ ആലോചന. ഇടക്കയിൽ താളങ്ങളുടെ വിസ്മയം തീർത്ത പാലക്കാട് കാക്കയൂർ അപ്പുകുട്ടന്മാരാർ ശതാഭിഷേകത്തിന്റെ നിറവിൽ. 6 പതിറ്റാണ്ടുകാലം ഗുരുവായൂരിൽ കുചേല ദിനത്തിൽ ഇടയ്ക്ക് കൊട്ടുന്നത് അപ്പുകുട്ടന്മാരാരാണ്. കാക്കയൂർ അപ്പുക്കുട്ടന്മാരാർക്ക് ഇടയ്ക്ക വെറുമൊരു ക്ഷേത്രവാദ്യമല്ല, കലാജീവിതത്തിൽ 7 പതിറ്റാണ്ടുകാലം ഹൃദയത്തുടിപ്പായിരുന്ന വാദ്യമാണ്. വർഷം കുചേല ദിനത്തിൽ ഗുരുവായൂരിൽ മുഴങ്ങിക്കേട്ടത് അപ്പുക്കുട്ടന്മാരാരുടെ ഇടയ്ക്കയുടെ താളപ്പൊലിമയാണ്. ജീവിതത്തിന്റെ പാർശ്വഭാഗവും തോളിലൊരു ഇടയ്ക്കയുമായി ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് മാരാർ നടന്നു തീർത്തു. ശതാഭിഷേകത്തിന്റെ നിറവിലും മാരാർക്ക് പക്ഷേ വിശ്രമമില്ല. പഞ്ചവാദ്യത്തിന് ഇടയ്ക്ക വായിച്ചു തീർക്കാൻ പ്രായം പോലും മാരാർക്ക് മുമ്പിൽ വഴിമാറിക്കൊടുക്കുന്നു. 9ാം വയസ്സിൽ തായമ്പകയിലായിരുന്നു അരങ്ങേറ്റം. പിതാവ് മാരാത്ത് ശങ്കരൻകുട്ടി മാരാറായിരുന്നു ആദ്യ ഗുരു. തലയെടുപ്പുള്ള ഉത്സവങ്ങളിൽ അപ്പുക്കുട്ടന്മാരാരുടെ ഇടയ്ക്കയിൽ നിന്നുള്ള നാദം ആസ്വാദകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. ഞാനിത് തുടങ്ങിയിട്ട് 65 വർഷമായി ഫീൽഡിൽ ഇറങ്ങിയിട്ട്. 7 വയസ്സ് മുതൽ ക്ഷേത്രത്തിൽ ഇതിൻ്റെ പ്രയോഗം ഉണ്ടായിരുന്നു. അന്ന് അമ്പലത്തിൽ പൂജ കൊട്ടും ശങ്കുളിക്കുള്ള കാലമാണ്. പിന്നെ ഈ കുടിയാമ്പിലും ഇതൊക്കെ വന്ന് അത് മുടങ്ങി. ഇപ്പോൾ ക്ഷേത്ര ജോലി ഇല്ലാതായിട്ട് കുറേ കൊല്ലമായി. അപ്പോൾ ഞാൻ 65 വർഷം മുമ്പ് ഫീൽഡിൽ ഇറങ്ങിയതാണ്. എല്ലാവരും അപ്പുവശാൻ എല്ലാവരും കളരിയിൽ നിന്ന് പഠിച്ച് അവരുടെ കൂടെ 10-30 കൊല്ലം നടന്ന് ഒന്നിച്ച് പ്രവൃത്തിയെടുത്ത് പിന്നീട് സ്വതന്ത്രമായി അവരും പല ഭംഗിയിലും പോകാൻ തുടങ്ങി. ഇപ്പോൾ ഈ അടുത്ത ഈ ബുധനാഴ്ച കുചേല ദിനം ഗുരുവായൂർ വരെ പോയി. 4 പതിറ്റാണ്ടുകാലം തൃശൂർ പാറമേക്കാവിന്റെ പഞ്ചവാദ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പുക്കുട്ടന്മാരാർ. തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടിയും മാരാർ പെരുക്കിക്കയറി. ബഹുമതികളുടെ പെരുമഴയിലും ക്ഷേത്രകലയെ അനുഷ്ഠാനമാക്കിയ കാക്കയൂർ അപ്പുക്കുട്ടന്മാരാരുടെ ഇടയ്ക്കയുടെ പെരുംനാദം വേറിട്ട് നിൽക്കുന്നു. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് ABVP പ്രതിഷേധം. സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേരളത്തെ കലാപാന്തരീക്ഷത്തിലേക്ക് എത്തിച്ചത് മുഖ്യമന്ത്രിയെന്ന് VM സുധീരൻ. അക്രമികളെ രക്ഷകരായി ചിത്രീകരിച്ച് അവർ കഴിഞ്ഞാടാനുള്ള പച്ചക്കൊടി വീശിയത് മുഖ്യമന്ത്രിയെന്നും സുധീരൻ.
കരിപ്പൂർ വിമാനത്താവളത്തിൽ 1 കിലോയിലധികം സ്വർണം പോലീസ് പിടികൂടി. ഷാർജയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച 1.008 കിലോഗ്രാം സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. എറണാകുളത്തുകാരൻ ശ്രീറാം ഇപ്പോൾ താരമാണ്. വന്ദേഭാരത് ട്രെയിനിൽ വെച്ച് സഹയാത്രികനായിരുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ താൻ എഡിറ്റ് ചെയ്ത വീഡിയോകൾ കാണിച്ചതിന് അദ്ദേഹം നൽകിയത് ഒരു ഉഗ്രൻ സമ്മാനം, ഒരു പുതുപുത്തൻ ലാപ്ടോപ്പ്. തീർന്നില്ല. ശ്രീറാമിന്റെ ആഗ്രഹപ്രകാരം ഈ കുഞ്ഞുമിടുക്കനും കൂട്ടുകാർക്കും ഗുരുഗ്രാമിലെ ടെക് കമ്പനികളിലേക്ക് ഒരു യാത്രയും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പുകൊടുത്തു. ട്രെയിനിൽ സഹയാത്രികനായിരുന്ന മലയാളി ബാലന്റെ സർഗശേഷി കണ്ട് പുതിയ മികച്ച ലാപ്ടോപ്പ് സമ്മാനം നൽകിയിരിക്കുകയാണ് കേന്ദ്ര IT ഇലക്ട്രോണിക്സ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് മൂവാറ്റുപുഴ വലമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീറാമിന്റെ വീഡിയോ എഡിറ്റിംഗിലെ മികവ് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വീഡിയോ എഡിറ്റിംഗിലാണ് ശ്രീറാം മിടുക്കൻ. ശ്രീറാം എഡിറ്റ് ചെയ്ത വീഡിയോകൾ ലാപ്ടോപ്പിൽ കണ്ടപ്പോൾ ഒട്ടും വൈകിയില്ല. കൂടുതൽ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സംവിധാനമുള്ള പുതിയ ലാപ്ടോപ്പ് പുതുവത്സര സമ്മാനമായി നൽകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വാക്ക് തെറ്റിച്ചില്ല. കഴിഞ്ഞ ദിവസം ശ്രീറാമിന് കേന്ദ്രമന്ത്രിയുടെ വക അത്യാധുനിക ലാപ്ടോപ്പ് കിട്ടുകയും ചെയ്തു. ഈ മാസം 2-ാം തീയതിയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സഞ്ചരിച്ച ട്രെയിനിൽ ശ്രീറാമും അച്ഛനും അമ്മയും കയറിയത്. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു ഇവർ. മന്ത്രിയെ കണ്ടപ്പോൾ അമ്മയുടെ കൂടെ പോയി ശ്രീറാം പരിചയപ്പെട്ടു. വീഡിയോ എഡിറ്റിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞ ശ്രീറാം തനിക്ക് ഗുരുഗ്രാമിലെ IT കമ്പനികൾ കാണാൻ ആഗ്രഹമുണ്ടെന്നും അതിന് സഹായിക്കണമെന്നും പറഞ്ഞു. അതിനുശേഷമാണ് താൻ എഡിറ്റ് ചെയ്ത വീഡിയോകൾ മന്ത്രിയെ കാണിച്ചത്. വീഡിയോകൾ മുഴുവൻ കണ്ട മന്ത്രി ശ്രീറാമിന്റെ എഡിറ്റിംഗ് രീതികളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. തുടർന്ന് പുതുവത്സര സമ്മാനമായി പുതിയ ലാപ്ടോപ്പ് നൽകാമെന്ന് പറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ലാപ്ടോപ്പ് എത്തിയതായി ശ്രീറാമിനെ അറിയിച്ചു. ശ്രീറാമും ഫിസിക്സ് അധ്യാപികയായ അമ്മ അംബുജവും അച്ഛൻ രാജുവും എറണാകുളം സീഡാക്കിലെത്തി കമ്പ്യൂട്ടർ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിയെ ട്രെയിനിൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടെന്നും പുതിയ ലാപ്ടോപ്പ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ശ്രീറാം പറഞ്ഞു. My name is Sriram. I am studying in 4th standard in GUPS Valambur in Ernakulam. I was going on a trip to Kannur in Vande Bharat Express and I saw Rajiv Chandrasekhar Minister and I was so surprised. Thanks Rajiv Chandrasekhar Minister. He promised to give me a laptop and a trip to computer technology parks. I was so happy and surprised. Thanks sir. Acer 114 ലാപ്ടോപ്പാണ് ശ്രീറാമിന് മന്ത്രി സമ്മാനിച്ചത്. ഗുരുഗ്രാമിലെ IT കമ്പനികളിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ശ്രീറാം ഇപ്പോൾ. ഗുരുഗ്രാമിലെ കമ്പനികളിൽ സന്ദർശനത്തിന് സൗകര്യമൊരുക്കാമെന്ന് മന്ത്രി ശ്രീറാമിന് വാക്കുകൊടുത്തിരുന്നു. മൂവാറ്റുപുഴയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾ ചെയ്യുകയാണ് ശ്രീറാമിന്റെ അച്ഛൻ ES രാജു. ട്രെയിനിലേക്ക് കേന്ദ്രമന്ത്രി കയറി വന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഹിന്ദി അത്ര വശമില്ലാത്തതിനാൽ സംസാരിക്കാൻ മടിച്ചുവെന്നാണ് അംബുജം പറയുന്നത്. എന്നാൽ മന്ത്രി മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതോടെയാണ് മകനെ പരിചയപ്പെടുത്തിയത്. പിറവം GHSSലെ അധ്യാപികയാണ് അംബുജ. എന്തായാലും കിട്ടിയ സ്പെഷ്യൽ പുതുവത്സര സമ്മാനത്തിന്റെ ആവേശത്തിലാണ് ശ്രീറാം. ട്രെയിൻ യാത്രയുടെയും മന്ത്രിയെ കണ്ടതിന്റെയും ചിത്രങ്ങളും ലാപ്ടോപ്പ് സമ്മാനിച്ച വീഡിയോയുമെല്ലാം എഡിറ്റ് ചെയ്ത് മന്ത്രിക്ക് അയച്ചു കൊടുക്കണമെന്നും ശ്രീറാം പറയുന്നു. സ്പോർട്സ് വാർത്തകൾ. ഫിഫ ക്ലബ് ലോകകപ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലാറ്റിൻ അമേരിക്കൻ ക്ലബായ ഫ്ലൂമിനൻസിനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബ് ലോകകപ്പ് സ്വന്തമാക്കിയത്. അർജന്റീനയുടെ യുവ സ്ട്രൈക്കർ ജൂലിയസ് അൽവാരസ് ഇരട്ട ഗോളുകളുമായി തുടങ്ങി. ആദ്യ മിനിറ്റിൽ തന്നെ അൽവാരസ് സിറ്റിക്ക് ലീഡ് നൽകി. 27-ാം മിനിറ്റിൽ സെൽഫ് ഗോളിലൂടെ സിറ്റിയുടെ ലീഡ് 2-ആയി. 72-ാം മിനിറ്റിൽ ഫിൽ ഫോർഡറും
സിറ്റിക്കായി ഗോൾ നേടി. 88-ാം മിനിറ്റ് അൽവാരസ് 4ാമത്തെ ഗോൾ നേടി. ആദ്യമാണ് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബ് ലോകകപ്പ് സ്വന്തമാക്കുന്നത്. ക്ലബ്ബ് ലോകകപ്പ് നേടുന്ന 4ാമത്തെ ഇംഗ്ലീഷ് ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റി. World champions. They won it in style here against കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ടോക്കൺ ഓഫ് ലവ് പദ്ധതിയിലൂടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ക്രിസ്മസ് മധുരം സമ്മാനിച്ചു. ആംബുലൻസ് ഡ്രൈവർമാർ, ഓട്ടോ ഡ്രൈവർമാർ, ഫുഡ് ഡെലിവറി ജീവനക്കാർ തുടങ്ങിയവർക്കാണ് ക്രിസ്മസ് മധുരം കൈമാറിയത്. കണ്ണാറ ശ്രീ പരമേശ്വരി ഗ്രാമസേവാ സമിതിയുടെ മാതൃസദനത്തിലും ടോക്കൺ ഓഫ് ലവ് ഗിഫ്റ്റുകൾ വിതരണം നടത്തി. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ സ്മാർട്ട് ലൈഫ് എന്ന ബ്രാൻഡിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്കുകളാണ് ടോക്കൺ ഓഫ് ലവിലൂടെ വിതരണം ചെയ്തത്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാർ നേരിട്ടാണ് ടോക്കൺ ഓഫ് ലവ് എല്ലാവർക്കും കൈമാറിയത്. ഇന്ത്യയിൽ ആദ്യമായി റൂഫിംഗ് ഷീറ്റുകളിൽ വെയിറ്റ് രേഖപ്പെടുത്തി പുതുവിപ്ലവം തീർത്തിരിക്കുന്നു മെറ്റ്ലിഫ് ഇന്ത്യ റൂഫിംഗ് ഷീറ്റ്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റൂഫിംഗ് ഷീറ്റുകൾക്ക് സൗത്ത് ഇന്ത്യൻ വിപണിയിൽ പ്രിയം ഏറുകയാണ്. കെട്ടിട നിർമ്മാണ രംഗത്ത് ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്നാണ് റൂഫിംഗ് ഷീറ്റുകൾ. വിപണിയിലെ വിപുലമായ സാധ്യതകൾ മനസ്സിലാക്കിയാണ് മുംബൈ ആസ്ഥാനമായ മെറ്റ്ലിഫ് വിപണിയിൽ വിപ്ലവം തീർക്കാൻ ഒരുങ്ങുന്നത്. വിവിധ മോഡലുകൾക്ക് 10 മുതൽ 15 വർഷം വരെ വാറന്റിയുണ്ട്. വിപണിയിൽ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വെയിറ്റ് രേഖപ്പെടുത്തുന്നത് നൂതന ആശയമാണെന്ന് മെറ്റ്ലിഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ മിഥുൻ ലാലും അരുൺ ലാലും പറഞ്ഞു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.newseighteen.com. ഈ പരിപാടി